മിസ്റ്റേക്ക് സെലിബ്രേഷൻ മെത്തേഡ്, തെറ്റുകളെ ആഘോഷിക്കുന്ന പഠന രീതി. ഫെയ്മാൻ ടെക്നിക് അവതരിപ്പിച്ച റിച്ചാർഡ് ഫെയ്മാൻ പറയുന്ന പ്രധാനപ്പെട്ട ലേണിംഗ് ഫിലോസഫിയാണ് ഇത്. മിസ്റ്റേക്സ് ആർ നോട്ട് ഫെയിലിയർ, ദേ ആർ സിഗ്നൽസ് ഫോർ ഡീപ്പർ ലേണിംഗ്. മിസ്റ്റേക്സ് എന്ന് പറയുന്നത് പരാജയമല്ല, പഠനത്തിൻ്റെ വഴികാട്ടിയാണ്. മിസ്റ്റേക്ക് സെലിബ്രേഷൻ മെത്തേഡ് എന്താണ് എന്ന് പരിശോധിക്കാം. കുട്ടി പഠിക്കുമ്പോൾ തെറ്റ് ചെയ്താൽ ശാസിക്കരുത്. അതൊരു ലേണിംഗ് ഓപ്പർച്യൂണിറ്റിയായി കാണണം. ഇത് മിസ്റ്റേക്ക് സെലിബ്രേഷൻ മെത്തേഡ് എന്നാണ് ഇതിനെ പറയുന്നത്. എന്തുകൊണ്ട് ഇത് പ്രധാനമാണ്? പല കുട്ടികളും പഠിക്കുമ്പോൾ തെറ്റ് സംഭവിച്ചാൽ അതിനെ പേടിക്കുന്നു, ആൻസർ പറയാൻ പേടിക്കുന്നു, ക്വസ്റ്റ്യൻ ചോദിക്കാൻ പേടിക്കുന്നു. കാരണം തെറ്റിയാൽ ശാസിക്കും എന്ന ഭയം. ഈ ഫിയർ ലേണിങ്ങിനെ തടയും. എക്സാമ്പിൾ, ടീച്ചർ ചോദിക്കുകയാണ് 5 into 6 എത്ര? കുട്ടി പറയുന്നു 35 എന്ന് വിചാരിക്കാം. ഇത് തെറ്റാണ്. പക്ഷേ പേരൻ്റ് അല്ലെങ്കിൽ ടീച്ചർ അത് തെറ്റാണ് എന്ന് പറഞ്ഞാൽ കുട്ടി സൈലൻ്റ് ആകും, കോൺഫിഡൻസ് കുറയും, വീണ്ടും ആൻസർ പറയാൻ പേടിക്കും. അവിടെ നമ്മുടെ ഒരു ബെറ്റർ അപ്രോച്ച് എന്ന് പറയുന്നത്, നമ്മൾ പറയുകയാണ്, പേരൻസോ അല്ലെങ്കിൽ ടീച്ചറോ പറയുകയാണ്, നല്ല ശ്രമം, ഇത് വീണ്ടും ഒന്നുകൂടി ചിന്തിക്കാമോ, നമുക്ക് ഒന്നുകൂടി പരിശ്രമിക്കാം. ഇത് കുട്ടിയുടെ തിങ്കിങ് മോഡിലേക്ക് കൊണ്ടുപോകാൻ സഹായിക്കും. ഇതൊരു ബ്രെയിൻ സയൻസ് എന്ന് പറയുന്നത്, മിസ്റ്റേക്ക് സംഭവിക്കുമ്പോൾ ബ്രെയിനിൽ എറർ ഡിറ്റക്ഷൻ സിസ്റ്റം ആക്റ്റീവ് ആവും, ന്യൂറൽ കണക്ഷൻസ് രൂപപ്പെടും, ലേണിംഗ് സ്ട്രോങ് ആവും. അതുകൊണ്ട് മിസ്റ്റേക്സ് ഈക്വൽ ടു ലേണിംഗ് ട്രിഗർ എന്ന ഒരു മനോഭാവത്തിലേക്ക് നാം എത്തിച്ചേരണം. റിച്ചാർഡ് ഫെയ്മാൻ തൻ്റെ ജീവിതത്തിൽ പല പരീക്ഷണങ്ങളിലും തെറ്റുകൾ കണ്ടുപിടിച്ചിരുന്നു. അദ്ദേഹം മാത്രമല്ല, തോമസ് ആൽവ എഡിസനെ പോലുള്ള പ്രശസ്തരായ ശാസ്ത്രജ്ഞരും ഇത്തരത്തിൽ അവർക്ക് സംഭവിക്കുന്ന മിസ്റ്റേക്സ് വിജയത്തിലേക്കുള്ള വഴികാട്ടി എന്ന നിലയിലേക്കാണ് അവർ എടുത്തിരുന്നത്. പേരൻസ് ചെയ്യേണ്ടത് വീട്ടിലൊരു കൾച്ചർ ഉണ്ടാക്കുക. മിസ്റ്റേക്സ് സംഭവിക്കാം, വീണ്ടും ശ്രമിക്കാം, അതിലൂടെ ശരിയായ ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടി നമുക്ക് പഠിക്കാം. തെറ്റ് കണ്ടെത്തിയാൽ അല്ലെങ്കിൽ മിസ്റ്റേക്സ് സംഭവിച്ചാൽ കുട്ടിയോട് പറയുക, ശരി, കുഴപ്പമില്ല, നമുക്ക് ശരി ഉത്തരം ഏതാണ് എന്ന് കണ്ടെത്താം. നമ്മളൊരു സിമ്പിൾ ഹോം ആക്ടിവിറ്റി എന്ന നിലയിൽ മിസ്റ്റേക്സ് ജേണൽ ഉണ്ടാക്കാം. കുട്ടി ഓരോ ദിവസവും പഠന കാര്യങ്ങളിലുണ്ടാവുന്ന മിസ്റ്റേക്സ് എഴുതുക, അതിൽ നിന്ന് താൻ എന്ത് പഠിച്ചു എന്ന് എഴുതുക. ഇത് ഗ്രോത്ത് മൈൻഡ് സെറ്റ് വളർത്തും. ഉയർന്ന മാർക്ക് വാങ്ങുന്ന കുട്ടികൾ മിസ്റ്റേക്സ് പഠനകാര്യങ്ങളിൽ ഉണ്ടാകാത്തവരല്ല, പകരം അവർക്ക് സംഭവിച്ച തെറ്റുകൾ കണ്ടുപിടിക്കുന്നവരാണ്, അത് ശരിയാക്കുന്നവരാണ്, വീണ്ടും പരിശ്രമത്തിൻ്റെ ഫലമായി ശരിയിലേക്ക് എത്തുന്നവരാണ്. അതിനാൽ മിസ്റ്റേക്സ് ഈക്വൽ ടു ഫെയിലിയർ അല്ല, മിസ്റ്റേക്സ് ഈക്വൽ ടു ലേണിംഗ് സിഗ്നൽ എന്ന മനോഭാവത്തിലേക്ക് പേരൻസും അതുപോലെ തന്നെ ടീച്ചേഴ്സും എത്തണം. അതോടൊപ്പം തന്നെ എറർ അല്ലെങ്കിൽ ഫെയിലിയർ ഈസ് ദ വേ ടു സക്സസ് എന്ന ഒരു മനോഭാവത്തിലേക്ക് കുട്ടി എത്തിച്ചേരാൻ കുട്ടിയെ സഹായിക്കുക എന്ന ഉത്തരവാദിത്വമാണ് പേരൻസിനും അതോടൊപ്പം തന്നെ ടീച്ചേഴ്സിനും ഉള്ളത്.